ചെറുപ്പത്തിൽ കുട്ടികളിൽ ഇതുപോലൊരു അവസ്ഥ ഉണ്ടായി വരിക എന്ന് പറയുമ്പോഴത്തേക്കിനും അവരുടെ പാരൻസ് എന്നുള്ള രീതിയിൽ അവർക്കത് വലിയൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും. അവർ വല്ലാത്തൊരു ഷോക്കിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ സമയത്ത് എൻ്റെ കുട്ടിയെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കാരണം കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തയായിരിക്കും അവർക്കുണ്ടാകുക. അത് പൈസ ഉള്ളവനാണെങ്കിലും പൈസ ഇല്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും സ്വന്തം കുട്ടിയുടെ കാര്യം വരുമ്പോഴത്തേക്കിനും അത് ആ രീതിയിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അയാളുടെ ഒരു ഫസ്റ്റ് കൺസേൺ, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലെ ആദ്യത്തെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഡോക്ടർ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓട്ടിസം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള വാക്കിനെ കഴിയുമ്പോൾ ട്രെയിനിങ് എന്നാണ് അത്യാവശ്യം. അതായത് ഓട്ടിസം നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല, ഒരവസ്ഥയാണ്. അതിനെ ട്രെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. അതെ, ഓട്ടിസം നമുക്കൊരിക്കലും ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മൈൽഡ് കേസസ് എയർലി ആയിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ നിയർ നോർമലാക്കി അവരെ കൊണ്ടുപോകാൻ പറ്റും. സിവിയർ ഓട്ടിസം നമുക്കൊരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓട്ടിസം ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരെ ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ എപ്പിലെപ്സി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ ചില കുട്ടികൾക്ക് അഗ്രസീവ് ബിഹേവിയറുള്ള കുട്ടികളുണ്ട്, തീരെ ഒട്ടും അറ്റൻഷൻ ഇല്ല, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, അല്ലെങ്കിൽ അവർ കടിക്കുക, അല്ലെങ്കിൽ മറ്റു ആളുകൾ ഉപദ്രവിക്കുന്ന, അങ്ങനെ അക്രമാസക്തമുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ തീരെ ഉറക്കക്കുറവ്, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ മരുന്നിൻ്റെ ആവശ്യമുണ്ട്. അതൊരു ചൈൽഡ് സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യനാണ് ആ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ മരുന്ന് കൊടുക്കുന്നതും ക്യൂറിന് വേണ്ടിയിട്ടല്ല, ഒരു സപ്പോർട്ടീവായിട്ടാണ്. അതായത് ഇപ്പോൾ കുട്ടിക്ക് അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഉറക്കം ഒന്ന് സ്റ്റെബിലൈസ് ആകാൻ വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുക്കാം. അത് ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നാളത്തേക്ക് ആവശ്യം വരത്തുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നത് കൂടുതലും ട്രെയിനിങ് ആണ്. അപ്പം ഈ ട്രെയിനിങ്ങിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പേരൻറ്റ് വരുമ്പോൾ ഒരു പേരൻറ്റും ആദ്യം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേൾക്കുമ്പോൾ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഒരു പേരൻറ്റിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, കുട്ടിയുടെ അമ്മയും അച്ഛനും വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, അവൻ്റെ കഴിവുകൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ അവർ പറയും ആ കുട്ടിയുടെ കഴിവുകൾ എന്താണ്. അതായത് അവന് വളരെ എന്താ പറയുക, ആൾക്കാരായിട്ട് വളരെ ലവബിളാണ്, അല്ലെങ്കിൽ അവനൊരു ഇമോഷനുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവന് ഇഷ്ടങ്ങൾ പറയും, അവന് കാർ വെച്ച് കളിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവന് ഇന്ന പസിൽസ് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ കുട്ടിയുടെ മുമ്പ് വെച്ച് ഒരിക്കലും അവൻ്റെ വീക്കർ ഏരിയാസ് സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ പല എക്സ്പേർട്സിനെ കാണാൻ പോകുമ്പോൾ അറിയാമല്ലോ, ഈ എക്സ്പോഷർ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ കുട്ടീനെയാണ് ആളുകൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടിക്ക് എപ്പോഴും ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടിയുടെ വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ഒരു പ്രൊഫഷണൽസിന് മുമ്പ് വെച്ചും. ഞാൻ സാധാരണ ചെയ്യുന്നത്, നമ്മൾ ഡൈവേർട്ട് ചെയ്ത ശേഷം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കും ഈ പേരൻറ്റിന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം പേരൻറ്റ് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ പേരൻറ്റ് വന്ന ശേഷം കുട്ടീനെ നമ്മൾ കുറച്ച് ടോയ്സ് ഒക്കെ കൊടുത്ത് ഡൈവേർട്ട് ചെയ്ത ശേഷമാണ് കുട്ടിയുടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കുട്ടിയുടെ അറ്റൻഷൻ, സ്പീച്ച്, അവൻ്റെ ലാംഗ്വേജ് എത്രയുണ്ട്, അവൻ്റെ കളികൾ എങ്ങനെയുണ്ട്, അവനെങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്, അവൻ്റെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ് എങ്ങനെ ചെയ്യുന്നു, സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടോ, സ്വന്തമായിട്ട് അവൻ ഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, ടോയ്ലറ്റിൽ പോകാനായിട്ട് പോകുന്നുണ്ടോ, ഇതിലെല്ലാം നമുക്ക് സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പേരൻറ്റിനോട് പറയും, ഇന്ന ടെസ്റ്റുകൾ ചെയ്ത ശേഷം ഇന്ന ഏരിയാസിൽ അവന് ഏജ് അപ്രോപ്രിയേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടി അവൻ നടക്കാനോ ഒന്നും കുഴപ്പം കാണത്തില്ല, മോട്ടോർ വൈസ് എല്ലാം ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന ഏരിയയിൽ പ്രോബ്ലങ്ങളുണ്ട്, ഇന്ന ഏരിയയിൽ നോർമലാണ്, സ്കോർ നമ്മൾ കാണിക്കും. അപ്പോൾ പേരൻറ്റിന് ഏകദേശം ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പേരൻറ്റിനെ കൂടി ഇരുത്തിക്കൊണ്ട് ആണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ സ്പീച്ച് തെറപ്പി ആണെങ്കിലും ഓക്യുപ്പേഷൻ തെറപ്പി ആണെങ്കിലും ഈവൻ ബിഹേവിയർ തെറപ്പി ആണെങ്കിലും പേരൻറ്റിനെ കൂടെ ഇരുത്തി, പ്രത്യേകിച്ച് അമ്മമാരാണ് കൂടുതൽ സമയം വരുന്നത്. അപ്പോൾ ഒരു 4-5 സെഷൻസ് വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും, ഓക്കെ കുട്ടിക്ക് ഇന്ന ഏരിയയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചില പേരൻസ് എന്താ വെച്ചാൽ അമ്മ ഇരുന്നാൽ കോപ്പറേറ്റ് ചെയ്യത്തില്ല എന്ന് പറയും. സാധാരണ അറിയാലോ, നമ്മൾ പ്ലേ സ്കൂളിൽ വിടുമ്പോഴത്തേക്കും പക്ഷേ നമ്മൾ പറയുന്നത് ആദ്യത്തെ ഒരു 3-4 സെഷൻ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും, പക്ഷേ അമ്മ കൂടെ തന്നെ ഇരിക്കണം. അപ്പോൾ ആ സെഷനിൽ നമ്മൾ റാപ്പോ ബിൽഡിങ്ങാണ് ചെയ്യുന്നത്. ഈ റാപ്പോ ബിൽഡ് ചെയ്ത ശേഷം കുട്ടിക്ക് അപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വരുന്നത്, ഈ നോക്കുന്ന തെറപ്പിസ്റ്റും ഈ സ്ഥലവും ഒരു സേഫർ ആയിട്ടുള്ള പ്ലേസ് ആണ് എന്ന് മനസ്സിലാവും.